أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللآخرة خير لك من الأولى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ദുഹ ആയത് നമ്പർ 5. അർത്ഥം: തീർച്ചയായും പിൽക്കാലം ആദ്യത്തേതിനേക്കാൾ നിനക്ക് ഉത്തമമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ വിയോഗ സമയത്ത് സ്വഹാബാക്കൾക്ക് തങ്ങളുടെ പ്രിയങ്കരനായ വ്യക്തിയുടെ വിടവാങ്ങൽ എത്രത്തോളം അവരെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു എന്നത് ഈ കവിതാ ശകലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹസ്രത്ത് ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ഒരു അന്ധനായ വ്യക്തിയായിരുന്നു. ഹസ്രത്ത് ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സമയത്ത് ഇപ്രകാരം പറയുകയുണ്ടായി: കുന്ത സവാദ ലിന്നാദിരി ഫമീ അലയ്യന്നാദിറു മൻ ശാഅ ബഅദക ഫൽയമുത് ഫഅലൈക കുന്തു ഉഹാദിറു. അതായത്, ഏ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിരുന്നു. നീ മരണപ്പെട്ടതോടെ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി നഷ്ടമായി. അങ്ങനെ ഞാൻ അന്ധനായിത്തീർന്നു. ഏ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ താങ്കളാൽ എല്ലാവർക്കും ലഭിച്ചിരുന്നതുപോലെ എനിക്കും ഉപകാരങ്ങൾ ലഭിച്ചിരുന്നു. എനിക്ക് ദീനും ദുനിയാവും ലഭിച്ചിരുന്നു. ഈ ദുനിയാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മുമ്പിൽ കാണപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് താങ്കളുടെ മരണം എന്നെ അന്ധനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആര് മരിച്ചാലും, എൻ്റെ പിതാവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരന്മാർ, ആര് മരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് താങ്കളുടെ ജീവനെക്കുറിച്ചായിരുന്നു ഭയമുണ്ടായിരുന്നത്. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മരണസമയത്ത് സ്വഹാബാക്കൾ പ്രകടിപ്പിച്ച ഈ മാതൃക എത്ര മനോഹരമായ സ്നേഹപ്രകടനമായിരുന്നു. അതുപോലെ തന്നെ വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന ആയത്തിന് തെളിയിപ്പിക്കുന്ന രീതിയിലുള്ള മാതൃകയായിരുന്നു ഇവർ കാഴ്ചവെച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും പ്രിയ പത്നിമാരും മക്കളും കൂടെയുള്ളവരും എല്ലാവരും തന്നെ ഹൃദയത്തിൽ വളരെയേറെ ദുഃഖം പേറുകയുണ്ടായി. അതേപോലെ തന്നെ വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ആദ്യത്തെ വീടായിരുന്ന മക്ക, അവിടെ വെറും വളരെ ചില കുടുംബക്കാർ മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ സഹായിക്കുന്നതിനായി ഉണ്ടായിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് അള്ളാഹു നൽകിയ രണ്ടാമത്തെ വീട്ടിൽ, അതായത് മദീനയിൽ, മക്കയേക്കാൾ കൂടുതൽ അർപ്പണ മനോഭാവമുള്ള ആളുകൾ അള്ളാഹു നൽകി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും തന്നെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ സന്നദ്ധരായിരുന്നവരായിരുന്നു.
മുന്നോട്ട് ഹുസൂർ വലല്ലാഹിറത്തു ഖൈറുല്ലക മിനൽ ഊല എന്ന ആയത്തിൻ്റെ മറ്റൊരു അർത്ഥം ഇപ്രകാരം പറയുകയാണ്, ഞെരുക്കത്തിൻ്റെ അതുപോലെ വിശാലതയുടെയും ആത്മീയമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അർത്ഥം കൂടി ഈ ആയത്തിനുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്ന ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെയും വിശാലതയുടെയും അവസ്ഥയിൽ അള്ളാഹുവിനെ തന്നെ സമർപ്പണം ചെയ്ത ആ വിഷയത്തെക്കുറിച്ച് തെളിവോടെ സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യത്തിലേക്ക്, അതിൽ ആദ്യം നമ്മളെ സമാധാനപ്പെടുത്തിയതിന് ശേഷം പറയുകയാണ്, ഈ അലകൾ എപ്പോഴും നിനക്ക് നൽകപ്പെട്ട ഈ അലകൾ എപ്പോഴും ഒരേപോലെ ചലിക്കുന്നതല്ല, മറിച്ച് ഇതിൽ ഓരോ അലകളും മുൻപത്തെ അലകളേക്കാൾ കൂടുതൽ കുതിക്കുന്നതും ഉയരുന്നതുമായിരിക്കും. ഇവിടെ ഈ കാര്യത്തെ വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്, അതായത് അലകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് അതിൻ്റെ വേഗത അനുസരിച്ച്, അതായത് ഉയർച്ചയും താഴ്ചയും എപ്പോഴും ഒരേ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ മറ്റു ചില അലകളുണ്ട്, അതിൻ്റെ വേഗത, അതായത് ഉയർച്ചയും താഴ്ചയും അത് ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതലാകും. അതായത് ഓരോ താഴ്ചയ്ക്ക് ശേഷവും അത് കൂടുതലായി ഓരോ താഴ്ചയ്ക്ക് ശേഷവും അടുത്ത ഉയർച്ചയിൽ അത് കൂടുതലായി ഉയരുകയും കുതിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വലല്ലാഹിറത്തു ഖൈറുല്ലക മിനൽ ഊല എന്ന ആയത്തിൽ പറഞ്ഞു വരുന്നത്. ഇവിടെ തീർച്ചയായും എല്ലാ അവസ്ഥയിലും വിശാലതയുടെയും ഞെരുക്കത്തിൻ്റെയും ഈ എല്ലാ അവസ്ഥകളും വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ രണ്ട് അവസ്ഥയിലും ദൈവസമർപ്പണത്തിൻ്റെയും ദൈവപ്രീതിയോടൊപ്പം തന്നെ, അത് കാംക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടുതലായി ഉണ്ടാകും. അത് നിൻ്റെ സഞ്ചാരം അത് പക്ഷികളെ പോലെ ആയിരിക്കും. അതായത് ഓരോ ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾക്ക് ശേഷവും, അത് ഏത് രീതിയിലുള്ള അവസ്ഥയായാലും അതിൽ നിന്ന് കൂടുതലായി ഉയരുകയും കൂടുതലായി കുതിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലുള്ള ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.